2025 ജൂലൈ 28-ന് ചൊവ്വ രാശി മാറുകയാണ്. കന്നി രാശിയിലേക്കാണ് മാറ്റം. ബുധന്റെ ആധിപത്യമുള്ള ക്ഷേത്രമാണ് കന്നി രാശി. ബുധക്ഷേത്രമായ കന്നി രാശിയിലേക്കാണ് 2025 ജൂലൈ 28-ന് വന്നു ചേരുന്നത്. ചൊവ്വ കന്നി രാശിയിൽ വരുമ്പോൾ ശനിയുടെ 7ാമത്തെ രാശിയിലുള്ള ദൃഷ്ടി കന്നി രാശിയിലേക്ക് പതിയുന്നുണ്ട്. രണ്ട് പാപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് അത്ര ഗുണകരമല്ല. എങ്കിലും വ്യാഴത്തിന് കേന്ദ്രഭാവം ഉള്ളതുകൊണ്ട് തന്നെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. വ്യാഴത്തിൻ്റെ മിത്രം കൂടിയാണ് ചൊവ്വ എന്നതുകൊണ്ട് ദോഷം വലിയ കൂടുതലൊന്നും ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയില്ല. ചൊവ്വ ശനിയെ പോലെയോ രാഹു കേതുക്കളെ പോലെയോ വ്യാഴത്തെ പോലെയോ ഒരു ക്ഷേത്രത്തിൽ വളരെ കാലം നിൽക്കുന്ന ഒരു ഗ്രഹമല്ല. ഏകദേശം 1.5 മാസത്തോളം, അല്പം കുറഞ്ഞും കൂടിയും വരാൻ മാത്രമാണ് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത്. ചൊവ്വ പാപഗ്രഹമാണ്. കറുത്ത പക്ഷത്തിലും രാത്രിയിലുമാണ് ചൊവ്വക്ക് ബലം കൂടുതലുള്ളത്. ചൊവ്വയുടെ കാരകത്വം ഭൂമി, ക്രൂരത, ശത്രുക്കൾ, കള്ളം പറച്ചത്, വീര്യം, രോഗം, സഹോദരർ, മിത്രങ്ങൾ, അടുക്കള, സാഹസം, അഗ്നി, കള്ളന്മാർ, പരസ്ത്രീ ബന്ധം, ശരീരക്ഷതം, മുറിവ്, കോപം, സൈന്യം, ബലം, ആയുധം എന്നിങ്ങനെയൊക്കെയാണ് ചൊവ്വൻ്റെ കാരകത്വമായി ചിന്തിക്കേണ്ടത്. 2025 ജൂലൈ 28 ചൊവ്വ കന്നി രാശിയിലെത്തുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം അവസാനത്തെ ഒരു പാദം, പൂയം, ആയില്യം എന്നിവയാണ്. ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവാനിടയുള്ള അനുഭവങ്ങളെ പറ്റിയാണ് പറയുന്നത്. കർക്കിടകക്കൂറിൻ്റെ 5ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമായ ചൊവ്വയാണ് 3ാം ഭാവത്തിലേക്ക് വരുന്നത്. പാപഗ്രഹങ്ങൾക്ക് 3ാം ഭാവം നല്ലതാണ്. അതുകൊണ്ട് തന്നെ നല്ല അനുഭവങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. കൂടാതെ ചൊവ്വ ഇവരുടെ യോഗകാരകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സഹകരണവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സന്തോഷത്തിനും ഐശ്വര്യത്തിനും ആഹാരലബ്ധിക്കും ധനലബ്ധിക്കും ഒക്കെ സാധ്യത കൂടുതലാണ്. ശത്രുക്കൾ പരാജയപ്പെട്ടു പോകാം. കേസും വഴക്കുമൊക്കെ ഒത്തുതീർപ്പാക്കുകയോ അനുകൂലമായ ഭാവത്തിൽ വരികയോ ചെയ്യാം. എവിടെയും വിജയം ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. അന്യനാട്ടിലെ താമസം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടുവാനും സാധ്യതയുണ്ട്. അപകടത്തിൽപ്പെടാതെ സൂക്ഷിക്കണം. തൊഴിലിൽ വിജയം ഉണ്ടാവുന്നതാണ്. ശത്രുക്കൾ നിർവീര്യമാകുകയോ ഒതുങ്ങിപ്പോവുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നത്. ഈശ്വരാനുഗ്രഹം കൂടുതലാണ്. സ്വാധീന ശക്തി കൂടുതലായിരിക്കും. ശരീരസുഖം അനുഭവപ്പെടും. അർത്ഥലാഭം ഉണ്ടാവും. ധൈര്യം കൂടും. സഹോദരന്മാരെ കൊണ്ട് ഗുണം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഈ സന്ദർഭം. വാക്കുകൾക്ക് വിലയുണ്ടാവും. പറയുന്നത് അംഗീകരിക്കാൻ ആളുകൾ ഉണ്ടാവും. ചെറുതും വലുതുമായ യാത്രകൾ ഗുണം ചെയ്യുന്നതാണ്. ആത്മീയ ചിന്ത കൂടുവാൻ ഇടവരുന്ന ഒരു സന്ദർഭമാണ് ഇത്. മനസ്സിലെ ദുഷ്ചിന്തകൾ മാറിപ്പോവുകയും എവിടെയും എപ്പോഴും സന്തോഷമുണ്ടാവുന്ന ഒരു അവസ്ഥ വന്നു ചേരുകയും ചെയ്യും. പൊതുവെ എല്ലാവരുമായി സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയാണ് ഈ 1.5 മാസം ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്.